അപ്പോൾ അങ്ങനെ നമ്മളുടെ PC പാർട്സിൻ്റെ വിലയൊക്കെ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ Ryzen 7000 സീരീസ് പ്രൊസസ്സറൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെ ഇന്റലിൻ്റെ പുതിയ പ്രൊസസ്സറൊക്കെ ഇറങ്ങി. അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡും RTXൻ്റെ 4000 സീരീസ് ഗ്രാഫിക്സ് കാർഡിലൊക്കെ ഇറങ്ങി. അപ്പോൾ എല്ലാമൊക്കെ പുതിയ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മദർ ബോർഡ്, പുതിയ പ്രൊസസ്സർ, അങ്ങനെ എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ സാധനത്തിൻ്റെയൊക്കെ വില നല്ല തൊട്ടി വിലയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്ര സ്പീഡിലൊന്നും ആവുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുതൽ അത്യാവശ്യം പൈസയ്ക്ക് മുതലായ നല്ല PC ഒക്കെ വേണമെങ്കിൽ ബിൽഡ് ചെയ്യാൻ നല്ലൊരു സമയമാണ്. ഇനി അങ്ങോട്ട് വീണ്ടും വിലയൊക്കെ കുറയാനുള്ള സാധ്യതകൾ, വിലയൊന്നും കൂടാനുള്ള സാധ്യതകളൊന്നും ഇല്ല. ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലയൊക്കെ നല്ല രീതിയിൽ കുറയും. അത് നമ്മൾ RTX 3060 വിലയൊക്കെ ഇപ്പം 30,000 ആയിട്ടുണ്ട്. ഇനി അതിലും താഴെയൊക്കെ പോകും. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ 40,000 രൂപയ്ക്ക് ഒരു ഫുൾ PC സെറ്റപ്പൊക്കെയാണ് നോക്കുന്നത്. 40,000 രൂപയ്ക്ക് എന്തൊക്കെ വെച്ചുണ്ടാക്കി നല്ല പോലെയൊക്കെ ഗെയിം സ്ട്രീമൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു PC സെറ്റപ്പിന് വേണ്ട പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AMDയുടെ Ryzen 5 4600G എന്ന് പറയുന്ന 6 കോർ 12 ൊക്കെ വരുന്ന നല്ല കിടുക്കാച്ചി പ്രൊസസ്സറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തോളും. അതായത് 6 കോർ 12 ത്രെഡൊക്കെ ഉള്ളത്. ഇത് വെച്ച് വേണമെങ്കിലും സ്ട്രീം ചെയ്യാം. അതായത് പ്രൊസസ്സർ യൂസ് ചെയ്ത് വേണമെങ്കിലും സ്ട്രീം ചെയ്യാം. ഗ്രാഫിക്സ് കാർഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതൊരു APU പ്രൊസസ്സർ ആണല്ലേ, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ വേഗ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഗെയിം കളിക്കാൻ താങ്ങുന്ന ഗ്രാഫിക്സ് ആണ്. വേണമെങ്കിൽ ഓവർ ക്ലോക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പെർഫോമൻസ് ഒക്കെ കയറി വരും. റോൾ പ്ലേ കളിക്കണമെങ്കിലും കളിക്കാം. പക്ഷേ 720p to ലോ സെറ്റിംഗ്സിലൊക്കെ ആയിരിക്കും റോൾ പ്ലേ കളിക്കാൻ പറ്റുന്ന കാര്യം. ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ നമ്മൾ ഭാവിയിൽ അപ്ഗ്രേഡൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡുകളൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ഒരു FPS ഒക്കെ കിട്ടുന്നതായിരിക്കും ഗെയിമിങ്ങിൽ. അപ്പോൾ ഇതൊരു APU പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഇരുന്ന് തിളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എയർ കൂളറോടെ വെച്ച് കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. സ്റ്റോക്ക് കൂളറിനേക്കാളും എയർ കൂളർ ആയിരിക്കും കുറച്ചുകൂടെയൊക്കെ ഭേദം. അതായത് നമുക്ക് വേണമെങ്കിൽ കൂളർ മാസ്റ്ററിൻ്റെ ഹൈപ്പർ T20 എന്ന് പറയുന്ന ഒരു എയർ കൂളർ വയ്ക്കാം. അല്ലെങ്കിൽ ഡീപ്പ് കൂളിൻ്റെ ഏതെങ്കിലും ഒരു എയർ കൂളർ വെച്ചാൽ മതിയുടെ. അത്യാവശ്യം നമ്മൾ എന്തായാലും ഇത് വെച്ചായിരിക്കുമല്ലോ നമ്മൾ ഗെയിം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇരുന്ന് തിളയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റോക്ക് കൂളർ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു ആഫ്റ്റർ മാർക്കറ്റ് കൂളർ ഉപയോഗിക്കാം. ഒരുപാട് പൈസയൊന്നും ആവത്തില്ല ഇതിന്. അപ്പോൾ അതും കൂടെ ഉപയോഗിക്കാം. അടുത്തതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഇതൊരു ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ B450 മദർ ബോർഡ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഗാലക്സിൻ്റെ B450 മദർ ബോർഡാണ്. 2 RAM സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് M.2 സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം ഈ ഒരു പൈസയ്ക്ക് മുതലായ ഒരു മദർ ബോർഡാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമേ വരത്തുള്ളൂ. അതായത് നമുക്ക് Gen 4 സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് B450 ഒക്കെ മതിയാവും. അടുത്ത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന RAM എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അത്യാവശ്യം റാമിനൊക്കെ നല്ല വില കുറഞ്ഞ് കിടക്കുന്ന ഒരു സമയമാണ്. അതായത് നമ്മളുടെ ക്രൂഷ്യലിലെ ബലസ്റ്റിക്സ് എന്ന് പറയുന്ന നോൺ RGB റാമാണ്. 3200 MHz റാം നമുക്ക് ഈ ഒരു വിലയ്ക്കൊക്കെ കിട്ടും. നമ്മൾ മൊത്തം 2 RAM മേടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 16GB റാം എന്തായാലും വേണം ഗെയിം സ്ട്രീമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും. അല്ലെങ്കിൽ തന്നെ APUവിന് എപ്പോഴും 16GB റാം വേണം. അതിൽ കൂടുമെങ്കിൽ അത്രയും നല്ലത്. അടുത്തതിനകത്ത് സ്റ്റോറേജിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് അത്യാവശ്യം ഇത്രയും സ്റ്റോറേജ് മതിയാവും ഇപ്പോഴത്തേക്കും. പിന്നീട് ഭാവിയിലൊക്കെ അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 500GB M.2 നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. 1TB ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് 250 എടുക്കുന്നതിനേക്കാളും നല്ലത് തൽക്കാലത്തേക്ക് ഒരു 500 എടുക്കുന്നതായിരിക്കും. എന്നിട്ട് പിന്നീട് അപ്ഗ്രേഡ് ചെയ്താൽ മതിയടി. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 450 വാട്ടിൻ്റെ ഒക്കെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. കാര്യം നമ്മൾ ഗ്രാഫിക്സ് കാർഡൊന്നും വയ്ക്കുന്നില്ല. അഥവാ ഗ്രാഫിക്സ് കാർഡ് വെച്ചാലും ഒരു RTX 3050 അല്ലെങ്കിൽ RTX 2060 ഒക്കെ വെക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. അപ്പോൾ ഈ ഒരു 450 വാട്ടിൻ്റെ പവർ സപ്ലൈ എടുക്കാനേ ഉള്ളൂ. അടുത്തതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ക്യാബിനറ്റാണ്. അത് നമുക്ക് ഇതിനകത്ത് നേരത്തെ തന്നെ RGB ഫാനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. മൊത്തം 4 എണ്ണം വരുന്നുണ്ട്. ഫ്രണ്ടിൽ 3 എണ്ണം, ബാക്കിൽ ഒരു എയർ ഫാൻ RGB വരുന്നുണ്ട്. അപ്പോൾ ഫാനൊന്നും ഇട്ട് അങ്ങനെ അഡീഷണൽ പൈസ കളയേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഒക്കെ ഉള്ള ഒരു ക്യാബിനറ്റാണ്. അതായത് ഒരുപാട് ചൂടൊന്നും ആവത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു PCക്ക് വേണ്ട സാധനങ്ങൾ. അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മോണിറ്റർ എന്ന് പറയുന്നത് ഒരു IPS പാനൽ മോണിറ്റർ. അത്യാവശ്യം ഒരു 8500 രൂപയൊക്കെ കിട്ടുന്ന ഒരു IPS പാനൽ മോണിറ്റർ 24 ഇഞ്ചും കൂടെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിലയ്ക്കൊക്കെ കിട്ടുമെന്നുള്ളത്. ഏസറിൻ്റെ ഈ ഒരു IPS പാനൽ മോണിറ്റർ 24 ഇഞ്ചാണ്. ഈ ഒരു പ്രൈസിൽ കിട്ടുന്നതെന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അത്യാവശ്യം റെസ്പോൺസ് റേറ്റ് ഒക്കെ ഉണ്ട്. IPS പാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂയിങ് ആംഗിളൊക്കെ നല്ല രീതിക്കൊക്കെ കിട്ടും. നല്ല പെർഫോമൻസ് ആയിരിക്കും VA എടുക്കുന്നതിനേക്കാളും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. VA വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ VA പാനലും വരുന്നുണ്ട് 24 ഇഞ്ചിൻ്റെ തന്നെ. അതും ഏസറിൻ്റെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ് ഏത് സ്റ്റൈൽ വേണമെന്നുള്ളത്. അപ്പോൾ അടുത്തതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന കീബോർഡ് എന്ന് പറയുന്നത് നമുക്ക് വിങ്സിൻ്റെ ഒരു കീബോർഡ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്മിക് വെയ്റ്റിൻ്റെ കീബോർഡ് ഉപയോഗിക്കാം. അപ്പോൾ കീബോർഡ് ഇതിൽ രണ്ടും നല്ല കീബോർഡൊക്കെ തന്നെയാണ്. റെഡ് ഗിയറിൻ്റെ ഒക്കെ മൗസ് ഉണ്ട്. അത്യാവശ്യം വയേർഡ് നല്ല മൗസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഗെയിമിംഗ് ഹെഡ്ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്മിക് വൈറ്റിൻ്റെ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു RGB ഗെയിമിംഗ് ഹെഡ്ഫോൺ ഉണ്ട്. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള ഫുഡ് സ്റ്റെപ്സ് ഒക്കെ നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണേ. പിന്നെ നമ്മളുടെ PC ഇനി ഭാവിയിൽ എങ്ങനെയൊക്കെ അപ്ഗ്രേഡ് കൂടെ ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. നല്ലൊരു കാര്യമാണ്. അപ്പോൾ അപ്ഗ്രേഡൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപകാരപ്പെടുകയെ. അത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് RTX 2060 അല്ലെങ്കിൽ RTX 3050 അല്ലെങ്കിൽ 1660 സൂപ്പർ വേണമെങ്കിൽ ഇതിനകത്തിടാം.
പക്ഷേ റാം നമുക്ക് അധികം ഒന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ഒരു മദർ ബോർഡ് 2 റാം സ്ലോട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ 16 GB എടുത്തിട്ട് പിന്നീട് നിങ്ങൾ 16 GB ഇടണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, 16 ധാരാളമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഭാവി അപ്ഗ്രേഡുകളൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു PC എന്ന് പറയുന്നത്. അപ്പം ഗ്രാഫിക്സ് കാർഡൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് സ്ട്രീം ചെയ്യാം. അതായത് GT5 റോളൊക്കെ അത്യാവശ്യം ഒരു മിഡ് ടു ഹൈ സെറ്റിംഗ്സിലൊക്കെ വേണമെങ്കിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ 4600 GB കൂടെ RTX 2060 RTX 3050 അല്ലെങ്കിൽ 1660 സൂപ്പറോ വേണമെങ്കിൽ ഇടാം. പക്ഷേ നിങ്ങൾ ഇതൊക്കെ അത്യാവശ്യം മതിയാവും. അപ്പം ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് ഗെയിമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. 1650 വേണമെങ്കിലും വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് 40,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ വിലയ്ക്കൊക്കെ വെള്ളി ചെയ്യാൻ പറ്റിയ നല്ല പൊളക്കണ PC. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളടേ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്ക്